500, 1000 നോട്ടുകൾ മാറ്റിവാങ്ങാനുള്ള സമയപരിധി അവസാനിച്ചു. ഇനി നോട്ടുകൾ ബാങ്കിൽ നിക്ഷേപിക്കാം. ഡിസംബർ 15-ന് ശേഷം അസാധുവാക്കിയ 500 രൂപ നോട്ടും ഉപയോഗശൂന്യമാകും. നോട്ട് ക്ഷാമം മൂലമുണ്ടായ പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച സംസ്ഥാനത്ത് LDF ഹർത്താൽ. ബാങ്കുകൾ പ്രവർത്തിക്കും. ഹർത്താൽ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ. സഹകരണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ കത്ത്. കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകാത്തത് ഞെട്ടലുണ്ടാക്കിയെന്ന കത്തിൽ. ചലച്ചിത്ര താരങ്ങളായ ദിലീപും കാവ്യ മാധവനും വിവാഹിതരായി. വിവാഹം കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ ലളിതമായ ചടങ്ങുകളോടെ. സാധാരണ ജനങ്ങളെ കൊള്ളയടിക്കുന്നതാണ് മോദിയുടെ തീരുമാനമെന്ന മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. സർക്കാരിന്റെ നടപടി കറൻസി സംവിധാനത്തിലും ബാങ്കിംഗ് സംവിധാനത്തിലുമുള്ള ജനങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തിയെന്നും മൻമോഹൻ സിംഗ്. പാകിസ്ഥാൻ മിന്നലാക്രമണം നടത്തിയാൽ ഇന്ത്യയിലെ വരും തലമുറകൾ പോലും ഓർത്തിരിക്കുന്ന ഒന്നായിരിക്കുമതെന്ന് പാക് സൈനിക മേധാവി ജനറൽ റഹീൽ ഷെരീഫിന്റെ മുന്നറിയിപ്പ്. ഏതു കടന്നുകയറ്റവും നേരിടാൻ പാക് സൈന്യം സുസജ്ജമാണെന്നും റഹീൽ ഷെരീഫ്. നോട്ടുകൾ അസാധുവാക്കിയതിന് പിന്നാലെ ഗുജറാത്തിലെ സഹകരണ ബാങ്കുകൾ റിസർവ് ബാങ്കിനെതിരെ രംഗത്ത്. ഇടപാട് നിയന്ത്രണം വിവേചനപരമെന്ന് ബാങ്കുകൾ. ഇ വാലറ്റ് ഉപയോഗിച്ച് ചെലവഴിക്കാവുന്ന തുകയുടെ പരിധി റിസർവ് ബാങ്ക് ഉയർത്തി. 10,000-ൽ നിന്ന് 20,000 രൂപയാക്കിയാണ് ഉയർത്തിയത്. ഡിസംബർ 31 വരെ ഇത് ബാധകം. ഇന്ത്യയുടെ പുതിയ 500, 2000 രൂപ നോട്ടുകൾക്ക് നേപ്പാളിൽ നിരോധനം. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് പ്രകാരം പുതിയ കറൻസി ഉപയോഗിക്കാൻ റിസർവ് ബാങ്ക് അനുമതിയില്ല. ബ്രിട്ടീഷ് MP ജോ കോക്സിനെ കൊലപ്പെടുത്തിയ തോമസ് മേയറിന് ആജീവനാന്തം തടവു ശിക്ഷ. കൊലയിലേക്ക് നയിച്ചത് വലതുപക്ഷ തീവ്രവാദമെന്ന് ബ്രിട്ടീഷ് കോടതി. ഹോങ്കോങ് ഓപ്പൺ ക്വാർട്ടറിൽ ഇന്ത്യയുടെ സൈന നെഹ്വാളും PV സിന്ധുവും ക്വാർട്ടറിൽ ജയിച്ചാൽ സെമിയിൽ ഇരുവരും നേർക്കുനേർ. ചാമ്പ്യൻസ് ലീഗിൽ സെൽറ്റിക്കിനെ തോൽപ്പിച്ച് ബാഴ്സലോണ നോക്കൌട്ടിൽ. ബാഴ്സയുടെ ജയം എതിരില്ലാത്ത 2 ഗോളിന്. മെസ്സിക്ക് ഡബിൾ.